ശരിക്കും വന്നതാണോ? മിന്നൽ മുരളിയാണോ? അല്ല, ഞാൻ അബീഷാണ്. ആണോ? ഞാൻ ഒന്ന് പേടിച്ചു. അപ്പൊ നമ്മള് ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിട്ട് വന്നതാണല്ലേ? അങ്ങനെ ഞെട്ടണം. എന്റെ വരവിൽ എല്ലാരും ഒന്ന് ഞെട്ടട്ടെ അല്ലേ? അബീഷ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ പ്രേക്ഷകർക്ക് പുതിയ ആളല്ല. ഇതിന് മുന്നേ വന്ന് നമ്മളെ ഞെട്ടിച്ചിട്ട് പോയാണ്. മാമുക്കായ സാർ ഇവിടെ വന്ന് ഒരു പ്രകടനമൊക്കെ കാണിച്ച് ഞങ്ങൾ ഇങ്ങനെ വിറച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അതിലും ഭീകരമായ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ചെയ്യണമെന്നുണ്ട്, ദൈവത്തിന്റെ അനുഗ്രഹം പോലെ ഉണ്ടാവും. മിന്നൽ മുരളി എന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പക്ഷെ അതിനെക്കാട്ടിലും ഭീകരനായ ഒരാളാണ് കേട്ടോ ഈ കാണുന്ന ആള്. ഓ, ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതെ, ആ ഫിലിം ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാരും ചോദിക്കും റിയൽ മിന്നൽ മുരളിയാണ് ആണോ? കാരണം മറ്റൊന്നുമല്ല, അതിനകത്ത് അദ്ദേഹം ചെയ്യുന്ന ഓട് ബ്രേക്ക് ചെയ്യുന്നത്, അതിന് പകരം ഞാൻ ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ബസ് കൈകൊണ്ട് വലിച്ചു കയറ്റുമ്പം ഞാൻ 10 ടണ്ണുള്ള ബസ് വലിച്ച് പല്ലുപയോഗിച്ച് കടിച്ചു വലിച്ച് ഏഷ്യൻ റെക്കോർഡും അമേരിക്കൻ റെക്കോർഡും എന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഫാന് സ്റ്റോപ്പ് ചെയ്യുന്ന രംഗമുണ്ട് ഒരു കയ്യില്, ഞാനത് ഒരു വിരലില് സ്റ്റോപ്പ് ചെയ്യുന്ന ഇതുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സാമ്യം ഈ പടം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക്, സാമ്യം എന്നല്ല, അതിലും അപ്പുറത്തേക്കൊന്ന് വേണം നമ്മൾ പറയാനല്ലേ? അപ്പൊ നമുക്ക് കാണാം. അപ്പം ഏതായിരിക്കും ആദ്യം? ഫസ്റ്റ് നമുക്ക് സീലിംഗ് ഫാൻ ഒരു വിരലില് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഒരു വിരലിലല്ലേ? ഡേഞ്ചർ ആക്ട് ആണ്. നമ്മളിത് കണ്ടിട്ട് ആരും ട്രൈ ചെയ്യില്ല. കാരണം ടൈമിങ്, കോൺസെൻട്രേഷൻ പവറും ആണ് മെയിൻ ആയിട്ട്. പിന്നെ നമ്മുടെ ഫിംഗറിന് പവർ ഉണ്ടായിരിക്കണം, എങ്കിൽ നമുക്ക് ആക്സിഡന്റ് പറ്റും. പ്ലീസ് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം പ്ലീസ്. ഓക്കെ, നോക്കാം. ഓക്കെ, റെഡി? കയ്യില് ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ, കൂൾ. നെക്സ്റ്റ് എന്താ? ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ആക്ടാണ്. കാരണം നാക്ക് ഉപയോഗിച്ച് നമ്മുടെ ഫെഡസൽഫാന് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എനിക്ക് ചോദിക്കുള്ളൂ. ഞാൻ ഈ തുണി ഉപയോഗിച്ച് എന്റെ കണ്ണൊന്ന് മൂടി കെട്ടിത്തരിക. നല്ലൊരു ക്ലാപ്പ് നമുക്ക് കൊടുക്കാട്ടോ എല്ലാവർക്കും കൂടി. നെക്സ്റ്റ് വൺ എന്താ? കരിക്ക് ശരീരത്തിന്റെ വിവിധ പാർട്സ് ഉപയോഗിച്ച് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡൺ. കൈകൊണ്ട് ബ്രേക്ക് ചെയ്ത് ഇക്കമാർക്ക് കരിക്ക് വെള്ളം കൊടുക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഗോവയ്ക്കും ഒരു ഗ്ലാസ് കരിക്ക് വെള്ളം തരണമെന്നുണ്ട്. അത്ര എനിക്ക് അത് കേട്ടാ മതി.
എന്തായിരുന്നു ഇവിടെ നടന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു പ്രകടനം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഗെയിം ഇതുവരെ കണ്ടിട്ട്. 15ഓളം വെറൈറ്റി റെക്കോർഡുകൾ എനിക്കുണ്ട്. വ്യത്യസ്തമാർന്ന 15ഓളം റെക്കോർഡുകളുണ്ട്. നമുക്ക് മലയാളികൾക്ക് അഭിമാനമാണത്. ഒരു ഗിന്നസ് വേൾഡ് ബുക്കിൽ ഒരു മലയാളി വരിക, അത് ഇത്തരം സാഹസികമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. ഇതൊക്കെ വിദേശികളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അതെ അതെ. താങ്ക് യു. താങ്ക് യു സർ. മാമുക്കോയെ സർ, എന്തു പറയാൻ, ഇത്രയും വലിയ സാഹസികത നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അത് ഈ കരിക്ക് വെള്ളം കുടിച്ചപ്പോഴാണ് അത് ഒറിജിനലാണെന്ന് മനസ്സിലായത്. അതിനു വേണ്ടിയാണ് ഞങ്ങളെ കൊണ്ട് കുടിപ്പിച്ചതല്ലേ? ഒറിജിനൽ ആണെന്ന് മനസ്സിലാക്കി. അസലായിട്ട്. താങ്ക് യു സാറേ. ഒരുപാട് റെക്കോർഡുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു സർ. നാദിക, അഭീഷിനെ പോലെയുള്ള പ്രതിഭകൾ നമ്മളുടെ ഈ വേദിയിൽ വരിക, നമ്മളത് മലയാളികളാണെന്ന് പറയുക. കാരണം ഇത്രയും വലിയ കഴിവുകൾ ഉള്ള മലയാളികൾ നമുക്ക് ഉണ്ട്. അത് ഇന്ത്യയിൽ തന്നെ അഭിമാനമായിട്ടുള്ള, അത് കേരളീയരാണ്, നമ്മൾക്ക് കൺമുൻപിൽ കാണാൻ പറ്റുന്നു എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അഭിമാനം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.